അവനെ കണ്ടോ? ഞാൻ കുറെ നേരം ഇവിടെ അന്വേഷിക്കുന്നു. അവൻ എവിടെയാ? കീർത്തന മോളെ പേടിക്കണ്ട, അവൻ പുറത്ത് നടക്കുന്നുണ്ട്, പോയി കണ്ടോ? അബി, നീ എവിടെയായിരുന്നു? ഞാനിപ്പോ ഒച്ചെടുക്കാത്തതാ. നിനക്കറിയുന്നില്ലേ, ഇവിടെ കുറച്ച് ആൾക്കാരുള്ള കാരണം മാത്രമാണ് എന്റെ ശബ്ദം ഉയരാത്തത്. പിന്നെ ഒരു കാര്യം പറയാം, നിന്റെ അടുത്തുനിന്ന് എനിക്ക് ഒരു മിനിറ്റ് പോലും പോകാൻ കഴിയുന്നില്ല. നിന്റെ ഈ സ്വഭാവം കാരണമുണ്ട്. നീ ഒരുപാട് മാറിയിട്ടുണ്ട് അബി, ഒരുപാട്. കീർത്തന, എനിക്ക് എന്തൊക്കെയോ തോന്നുന്നു. നമ്മുടെ സഞ്ജു ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അഥവാ ഞാൻ എവിടെ ഉണ്ടെന്ന് അറിഞ്ഞ അവൻ ഇവിടെ നിന്നും പോവും. പക്ഷെ എനിക്കറിയില്ല അവൻ എന്ത് ഇവിടെ ഉണ്ടെന്ന് തോന്നണമെന്ന് തന്നെ. എന്റെ പൊന്നബി, വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ട് ഒരു കാര്യവുമില്ല. നടന്നതൊക്കെ നടന്നു, ഇനി നമുക്കതൊന്നും തിരിച്ചെടുക്കാൻ കഴിയില്ല. നമുക്ക് നമ്മുടെ അമ്മേനെ അച്ഛനെ പോലും കാണാൻ കഴിയില്ല. എന്നിട്ടാണ് സഞ്ജുവിനെ, അന്ന് സഞ്ജു ഹോസ്പിറ്റലിൽ എടുക്കുമ്പോ നമ്മളന്ന് കാണാൻ വന്നപ്പോ നമ്മുടെ അമ്മയും അച്ഛനും പുറത്താക്കില്ലടാ. ഞാൻ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട് സഞ്ജുവിനെ കാണാൻ വേണ്ടി, പക്ഷെ നടക്കൂല. പിന്നെ ഒന്നാമത് തന്നെ അവൻ എന്തിനും ഇങ്ങോട്ട് വരണം? കുറെ നാൾ ഇവിടെ നിന്നുണ്ടായിരുന്നു, പിന്നീട് പോയില്ലേ. അവൻ ഇങ്ങോട്ട് വരാൻ തോന്നില്ല. അന്ന് എനിക്ക് നന്നായിട്ട് അറിയുന്നില്ലേ, അവനെ മനസ്സുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങോട്ട് വരുള്ളൂ. പക്ഷേ ഉറപ്പാ അവൻ ഇങ്ങോട്ട് വരില്ല എന്നിനി. കീർത്തന, നീ പറഞ്ഞതൊക്കെ ശരിയാണ്. സഞ്ജു ഇങ്ങോട്ട് വന്നിട്ട് ഇനി എന്ത് കാര്യം അല്ലേ? ഇനി അവൻ ഇങ്ങോട്ട് വരില്ല അല്ലേ കീർത്തന? ഇനി ഇത് വെച്ചിരുന്നിട്ട് കാര്യമില്ല. ഇനി നേരിട്ട് കാണണം അഭിനവനെ. 2-3 വാക്ക് പറയണ്ടേ അവനോട്. ഇനി എനിക്ക് നിൽക്കാനില്ല. എനിക്ക് എൻ്റെ നന്ദനെ വേണം, അല്ലെങ്കിൽ അവൻ അവളെ കൊണ്ടുപോകും. 2 പെണ്ണുങ്ങളെയും പിടിച്ചു വെച്ചിട്ട് എന്ത് കാര്യമുള്ളടാ? എൻ്റെ നന്ദനെ ഞാൻ ഒരിക്കലും തരൂല. നീ പോയിട്ട് നിന്റെ പെണ്ണിനെടുക്കും, എന്നിട്ട് മതി എൻ്റെ നന്ദനെ. അതെൻ്റെ നന്ദന, എൻ്റെ പെണ്ണ്. അവളെ ഞാൻ ഒരാൾക്കും കൊടുക്കൂല. സഞ്ജു, നീ എന്താ ഇവിടെ? നീ ഇവിടെ ആയിരുന്നില്ലല്ലോ. നീ എന്തെങ്ങോട്ട് വന്നത്? അബി, കീർത്തന, നന്ദന, എല്ലാവരും നോക്ക്, ഇതാരാ വന്നേന്ന്. അത് എൻ്റെ ഇഷ്ടമാണ്. എങ്ങോട്ടാ പോണ്ടേ, എങ്ങോട്ടാ വരണ്ടേന്ന് തന്നെ. ഞാനൊരു മനുഷ്യൻ തന്നെയാ. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കേരളത്തിൽ വരാനും തോന്നും, പോവാനും തോന്നും. അതെന്റെ ഇഷ്ടമാണ്. സഞ്ജു, നീ എന്തെവിടെ? ഞാൻ വിചാരിച്ചു നീ ഇങ്ങോട്ട് ഒരിക്കലും വരില്ലെന്ന്. നീ എന്തിനാ ഈ വീട്ടിലേക്ക് വന്നത്? സഞ്ജു, നീ വന്നു. ഈ ഏട്ടനെ കാണാനും നിന്റെ ചേച്ചിനും കാണാനാണോ നീ വന്നത്? സഞ്ജു, അല്ല, എനിക്കെന്താ ഇങ്ങോട്ട് വരാൻ പാടില്ലെന്ന് വല്ലത് നിയമമുണ്ടോ? ഇല്ലല്ലോ. പിന്നെ നോക്ക്, നിങ്ങൾ 2 ഞാൻ ഒരിക്കലും ഏട്ടാന്നോ ചേച്ചിന്നൊന്നും വിളിക്കില്ല. പേരുകൾ മാത്രം. എന്തേ, നിങ്ങൾക്ക് പേരില്ലേ? നിങ്ങൾക്ക് പേരിട്ടിരിക്കുന്നതേ വിളിക്കാൻ വേണ്ടിയാണ്, അല്ലാണ്ട് മാനത്ത് നോക്കിയിരിക്കാനില്ല. സഞ്ജു, നീ എന്ത് വർത്താനുണ്ട് നിന്റെ ഏട്ടനോട് പറയുന്നത്? ഞാൻ നിന്റെ ചേച്ചിയും അഭിനവും നിന്റെ ഏട്ടനുമാണ്, കേട്ടാ? പിന്നെ സത്യങ്ങൾ അറിയേണ്ടത് നീ ഇങ്ങോട്ട് വന്നാണെങ്കിൽ നീ സത്യങ്ങൾ അറിയണം. നീ അറിഞ്ഞിരിക്കുന്നതൊക്കെ സത്യമല്ല. പൂർണ്ണമായിട്ട് നീ സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല സഞ്ജു. എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. എന്റെ കൺമുമ്പിൽ നടന്നല്ലേ. പിന്നെ എന്നിട്ട് ഇനി വേറെ സത്യങ്ങളുള്ളത്? ഒരു സത്യങ്ങളും ഇല്ല. ഞാൻ അറിഞ്ഞതൊക്കെ സത്യങ്ങൾ തന്നെയാ. എൻ്റെ കൺമുമ്പിൽ കണ്ടതാ. അത് നിങ്ങൾ മറക്കരുത്. നിങ്ങൾ 2ആളുടെയും ഒരുപാട് വെറുപ്പുണ്ടാവും ചിലപ്പോൾ ഒരുപാട്. സഞ്ജു, നിന്റെ കൺമുമ്പിൽ കണ്ടതാന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ നീ കണ്ടതൊക്കെ ഒന്നും സത്യമല്ലടാ. ഞങ്ങൾ എല്ലാ സത്യങ്ങളും പറഞ്ഞുതരാം. ഇപ്പോ നീ ഇപ്പോ ഇങ്ങോട്ട് വന്നല്ലേ, എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം. അതെ, ഞാൻ ഇങ്ങോട്ട് വന്നത് ഒരാളുടെയും കഥ കേൾക്കാനല്ല. ഈ കീർത്തനയോടും അഭിനയോടും 2-3 വാക്ക് പറയാനാ. നിങ്ങളോടൊന്ന് പോകണം. പിന്നെ കീർത്തന, നീയൊരു പെണ്ണായിപ്പോയി, അല്ലെങ്കിൽ എനിക്ക് തൊടായിരുന്നു. പക്ഷേ എനിക്ക് ഈ അഭിനവനെ തൊടാലോ. അഭിനവനെ തൊട്ടാൽ കീർത്തനയ്ക്ക് വേദനിക്കൂലേ? അങ്ങനെയാണ് ഞാൻ കേട്ടത്. അപ്പൊ എനിക്ക് അഭിനവനെ തൊടാ അല്ലേ കീർത്തന?
അഭിനവ്, നിനക്ക് എന്നെയും തൊടാ. എന്തേ, നിന്റെ പണ്ടത്തെ സ്ട്രെങ്ത് ഒക്കെ പോയടാ. നീ എൻ്റെ കീർത്തനെ തൊട്ടാ ഞാൻ നിന്നെ വെറുതെ വിടില്ല. പക്ഷേ നീ എന്നെ തൊട്ടാ ഞാൻ നിന്നൊന്നും ചെയ്യില്ല. ഒന്നും. കീർത്തനെ തൊട്ടാ ഞാൻ നിന്നെ തല്ലില്ലടാ. നിന്നെ 2-3 വാക്ക് പറയുന്നുള്ളൂ. കാരണം അവളെ തൊട്ട് കാണാൻ എനിക്കൊരിക്കലും പറ്റൂല. നീ എന്നെ തൊട്ടോ, ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. നീ എൻ്റെ അനുജനല്ലടാ, അത് കാരണം ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. കീർത്തനെ ദയവ് ചേർന്ന് നീ തൊടരുത്. എന്നെ തൊട്ടോ, എന്നെ എത്ര വേണമെങ്കിലും തൊട്ടോ. നീ എത്ര വേണമെങ്കിലും നീ അടിച്ചോ, എത്ര വേണമെങ്കിലും നീ ചവിട്ടിക്കോ, എത്ര വേണമെങ്കിലും ചെയ്തോ. നീ ചാവണം വരെ നീ ചെയ്തോ. പക്ഷെ എൻ്റെ കീർത്തനെ നീ തൊടരുത്. ഞാൻ നിന്നെ തൊടില്ല. അപ്പോ അങ്ങനെയുള്ള കളി എന്നാ നമുക്ക് തുടങ്ങിയാലോ അഭിനവേ? നിർത്തിക്കൂടെ സഞ്ജു സാർ? നിങ്ങൾ എന്തൊരു കാണിക്കണേ? സ്വന്തം ഏട്ടനല്ലേ അത്? ഈ അഭിനവേട്ടൻ നിങ്ങൾ എന്താ തല്ലാത്തെന്നറിയോ? സ്വന്തം അനിയനല്ലേ, ഒന്നും ചെയ്യണ്ടെന്ന് വിചാരിച്ചാ അതിങ്ങോട്ട് തിരിച്ചൊന്നില്ലല്ല. എനിക്കിപ്പോ നിങ്ങളോട് കൂടുതൽ കൂടുതൽ വെറുപ്പാണ് സഞ്ജു സാർ. എന്തിനാ വെറുതെ ആവശ്യമില്ലാണ്ട് ഈ മനുഷ്യനിട്ട് എന്തിനാ ഇങ്ങനെ വേദനിപ്പിക്കണേ? എനിക്ക് നിങ്ങളുടെ പാസ്റ്റ് ഒന്നും അറിയില്ല. പക്ഷെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളിപ്പോ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോക്കോ. ഇതെന്റെ വീടാ, നിങ്ങളുടെ ഇല്ല. ഈ വീട്ടിൽ നിന്ന് ഇപ്പോ തന്നെ ഇറങ്ങി പോണം. നന്ദന, നിനക്കൊന്നും അറിയാണ്ടാണ് നീ എന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നത്. പ്ലീസ് നന്ദന, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. നീ വിചാരിക്കണ മാതിരി ഇല്ലേവൻ. എന്തുറ്റ് സഞ്ജു സാറേ നിങ്ങൾ പറയുന്നത്? എന്റെ അബേട്ടൻ ഒന്നും ചെയ്യില്ല, ഒരു തെറ്റും ചെയ്യില്ല. എനിക്കിപ്പോ നിങ്ങളെക്കാട്ടും കൂടുതൽ ഇഷ്ടം എന്റെ അബേട്ടനോട് തന്നെയാ. നിങ്ങളോട് എനിക്ക് കൂടുതൽ വെറുപ്പുള്ള, സ്നേഹമല്ല വെറുപ്പ്. എന്ന് പറഞ്ഞാ അത്രത്തോളം ഉണ്ട് എനിക്ക്. നോക്ക്, ഈ നന്ദനുള്ള കരണ്ട് താൻ രക്ഷപ്പെട്ട്, അല്ലെങ്കിൽ ഇന്ന് എന്റെ കൈ കൊണ്ട് തന്റെ മരണം ഉണ്ടായിന്ന്. പക്ഷെ ഈ നന്ദനുള്ള കരണ്ട് മാത്രം നിങ്ങൾ രക്ഷപ്പെട്ട്. പിന്നെ കീർത്തന, ഇവനെ നന്നായി നോക്കിക്കോ. എന്നാ ഞാൻ വരാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റൂല. പിന്നെ നന്ദന, എനിക്ക് നിന്നോട് ഒരു വെറുപ്പില്ല. എനിക്ക് ആകെ വെറുപ്പ് ഇവിടെ നിൽക്കുന്ന എല്ലാവരുടെയും, നിന്നോടില്ല. അബേട്ടന് കുഴപ്പമൊന്നുമില്ലല്ലോ. ആ സഞ്ജു അതിനെന്തിന്റെ കേട് കേട്ടോ. എന്റെ ഏട്ടൻ പാവല്ലേ. എന്റെ ഏട്ടൻ എന്തുകൊണ്ടാ അയാളെ ഇടിക്കാണ്ടിരുന്നത്? തിരിച്ചിടിച്ചില് സ്വന്തം അനുജനനുസരിച്ചിട്ട് വെറുതെ വിടാൻ പാടുണ്ടോ? തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കില് സ്വന്തം ഏട്ടന്മാര് വെറുതെ നിക്കരുത്. അത് കുഴപ്പമില്ല നന്ദന, ഞാൻ കുറച്ചേരം ബെഡില് റെസ്റ്റ് എടുക്കട്ടെ. പിന്നെ നിനക്കറിയണ്ടല്ലേ, സഞ്ജുവിന്റെ അടുത്ത് വല്ലതും പറയാൻ പോയാ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവൻ എൻ്റെ അടുത്ത് ചൂടാവും നിൽക്കും. അത് കാരണം അബി എന്നോട് ക്ഷമിക്കടാ. എനിക്ക് നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. സഞ്ജു കാറുണ്ട് നീ ഇങ്ങനെ, അതെന്റെ കൺമുമ്പിലാണ് സഞ്ജു നിന്നിങ്ങനെ ആക്കി തന്നെ. എനിക്ക് സഹിച്ചില്ലടാ. നിന്റെ ഈ അവസ്ഥ കണ്ട് എനിക്ക് സഹിക്കാൻ പോലും ഇല്ല. ദേവിക, നീ കരയില്ലടി. അങ്ങനെ അവസാനം എനിക്ക് സഞ്ജുനെ എങ്ങനെയും കാണാൻ കഴിഞ്ഞല്ലോ. അവന് എന്നോട് ഒരുപാട് വെറുപ്പുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അവൻ എൻ്റെ അനുജനടി. അവസാനം എനിക്ക് എൻ്റെ അനുജനെ കാണാൻ കഴിഞ്ഞല്ലോ. കുറേ നാളത്തേക്ക് ശേഷം അവനെ എനിക്ക് കാണാൻ കഴിഞ്ഞു. പിന്നെ കീർത്തനയ്ക്ക് ഒരുപാട് വിഷമമുണ്ടെന്ന് എനിക്കറിയാം. എൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് അവൾക്കൊരിക്കലും സഹിക്കില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ അവളൊരിക്കലും ഈ രൂപത്തിൽ അവളെ എനിക്ക് കാണാൻ കഴിയില്ല. എനിക്കൊരിക്കലും കാണാൻ കഴിയില്ല. അത് എനിക്കൊരിക്കലും സഹിക്കില്ല. പിന്നെ അവസാനം എൻ്റെ അനുജനെ എനിക്ക് കാണാൻ കഴിയില്ല. എനിക്ക് അത്ര സന്തോഷം എനിക്കുണ്ട്. എൻ്റെ കീർത്തന, അവളും എൻ്റെ അനുജനെ കണ്ടല്ലോ. കീർത്തന ആകെ നെട്ടിപ്പോയി എൻ്റെ അനുജനെ കണ്ടപ്പോൾ. ഞാൻ ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു അവൻ ആദ്യം കണ്ടപ്പോൾ. പക്ഷെ അവൻ എന്നെ ഈ അവസ്ഥയാക്കാനാണ് ഇങ്ങോട്ട് വന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ അവനെനിക്ക് കാണാൻ കഴിയല്ലോ. അത്ര സന്തോഷം. സീത, നമ്മുടെ സഞ്ജുവിന്റെ പ്രിയപ്പെട്ടവള്, അവൾ എന്നാണോ പോയത്
അന്ന് തൊട്ട് നിന്റെ അടുത്ത് പ്രതികാരം ചെയ്യണം, അതാണ് ആഗ്രഹം. പക്ഷെ സത്യങ്ങൾ അറിയാതെ നിന്റെ അടുത്ത് ഇങ്ങനെ ചെയ്യണ്ടല്ലോ അബി. നിനക്ക് സത്യങ്ങളൊന്ന് പെട്ടെന്ന് പറഞ്ഞു കൊടുത്തോടെ. അന്നവൻ തെറ്റിദ്ധരിച്ചില്ലെങ്കിൽ ഇങ്ങനൊന്നും നടക്കില്ലായിരുന്നു, അല്ലേ അബി? സീത അതാരാണ്? സഞ്ജു സാറിന്റെ പ്രിയപ്പെട്ടവളാന്നോ? പ്രതികാരം അതാണോ ഇന്ന് അബിയേട്ടന്റെ അടുത്ത് കാണ്ടിയത്? എന്തോ നടന്നുണ്ടാവാ. സീത ആരാണ്? ഇത് നേരിട്ടെന്ന് ചോദിക്കാം. അബിയേട്ടാ, ദേവിക ചേച്ചി, ആരാണ് സീത? നിങ്ങൾ ആരെ കുറിച്ചാ പറയണേ? സഞ്ജു സാറിന്റെ പ്രിയപ്പെട്ടവളായെന്നൊന്നാ, അതാരാണ്? സീത അത് പിന്നെ മോളെ നന്ദന, നീ ഒന്ന് വേഗം ഇങ്ങോട്ട് വന്നേ. മോളെ നന്ദന. ആ അമ്മ, ഞാൻ ദേ വരുന്നു. അബിയേട്ടാ, ദേവിക ചേച്ചി, ഞാൻ എന്നാ പോട്ടെ. അമ്മ വിളിച്ചു, അതാരുണ്ട. ആ അമ്മ, ഞാൻ ദേ വരുന്നു. എന്തോ ഒരു ഭാഗ്യത്തിന് അമ്മ വിളിച്ചു, അല്ലെങ്കിൽ 100 കണക്കിന് ചോദ്യങ്ങളായിരിക്കും ഇവിടെ ഉണ്ടാവുക. ഭാഗ്യം. അമ്മ ഇപ്പൊ എന്തിനാ എന്നെ വിളിച്ചത്? ഞാൻ ഇവിടെ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ല, ഇവിടേക്ക് മീറ്റിങ്ങും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. എന്താ ഇപ്പൊ വിളിച്ചത് അമ്മ? ഒന്നില്ല, നീ അവിടെ സേഫ് ആണെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. എന്താണ്, വേറെ മൂഡ് ഓഫ് ഒക്കെ ആണല്ലോ, എന്താണ്? എന്റെ പൊന്നമ്മ, ഞാൻ പറഞ്ഞിട്ടാ. പിന്നെ ഒരു മൂഡ് ഓഫ് ഇല്ല, എനിക്ക് ഇവിടെ പ്രാന്തളകിരിക്കുക. ഓരോ വർക്കും ഓരോന്നും ചിന്തിച്ചിട്ട്, അതുകൊണ്ട് എനിക്ക് വേറെ ഒന്നുമില്ല. ഒന്ന് കട്ട് ചെയ്ത് പോവാമ്മ. പിന്നെ സോറി, ഞാനിപ്പോൾ ചൂടാവുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയില്ലേ. ഓരോ ടെൻഷനും ഒക്കെ കയറിയിട്ട് എനിക്ക് പ്രാന്തളകിരിക്കുക. അത് കാരണമ്മ, പ്ലീസ് എനിക്ക് കട്ട് ചെയ്യേണ്ടി വേണ്ടി വരും ഇപ്പോൾ. ശരി ശരി, നീ ഇങ്ങോട്ടാണ് എൻ്റെ അടുത്ത് ചൂടാൻ നിൽക്കണപ്പോ. ഓ, പണ്ട് ഇങ്ങനെ ഒന്നും ആയിരുന്നില്ലേ, അങ്ങോട്ടല്ലേ ചൂടാൻ നിൽക്കാറ്. ശരി, പിന്നെ വയ്യാണ്ട് വരാണ്ട് നോക്കിക്കോ, അതാ ഞാൻ വിളിച്ചത്. നീ ഓക്കെ ആണെന്ന് അറിയാൻ വേണ്ടി. നീ ഒറ്റയ്ക്കല്ലേ, അത് കാരണണ്ടാ. എൻ്റെ പൊന്നമ്മ, എനിക്കൊരു വയ്യാണ്ടുമില്ല. വയ്യാണ്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും വിളിക്കാം, ഓക്കെ? ഒന്ന് സമാധാനം തരും അമ്മേ. ഞാനിപ്പോൾ കട്ട് ചെയ്യണമ്മ, സോറി. ഞാനിപ്പോൾ ഭയങ്കര അർജൻറ്റായ കാരണമുണ്ടാ. അമ്മയ്ക്ക് വിളിക്കാനുള്ള ഒരു നേരം. എനിക്കിപ്പോൾ ഭ്രാന്തളകിരിക്കുക. എൻ്റെ അടുത്ത് നന്ദനെ പറഞ്ഞ ഓരോ വാക്കുകൾ. ഷിറ്റ്, അവളെന്താ എൻ്റെ കൂടെ നിൽക്കാണ്ട്? എങ്ങോട്ട് പോയിണ്ടോ അവൻ? അവൻ അവൻ എങ്ങോട്ട് പോയി? അവന്റെ ഈ അവസ്ഥയില് അവൻ എങ്ങോട്ട് പോയിണ്ടാവും? നമുക്ക് പറയാൻ പറ്റില്ല. അത് കാരണം ഞാൻ അവന്റെ കൂടെ എപ്പോഴും നടക്കുന്നത്. അവൻ എങ്ങോട്ട് പോയിണ്ടാവും? എന്ത്, അബിയേട്ടനെ കാണുന്നില്ലാന്നാ? പക്ഷേ ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്ന ആള് ഇപ്പൊ രാത്രി ഇപ്പോ എങ്ങോട്ട് പോയി? അബിയേട്ടൻ എങ്ങോട്ട് പോയി?